إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന ഹിജ്റ എന്ന ത്യാഗപൂർണമായ ജിഹാദിനെ അടിസ്ഥാനമാക്കി മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയതാണ് ഹിജ്റ വർഷം. അതിന് മുഹറം മാസവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ വർഷാരംഭം എന്ന നിലയ്ക്ക് മുഹറം മുതൽക്കാണ് എണ്ണിപ്പോരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിഞ്ഞു പോവുക എന്നത് നമ്മുടെ ആയുസ്സിലെ ഒരു ഇതൾ കൊഴിഞ്ഞു വീണു എന്നതാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് വർഷം പൂർണ്ണമാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും കഴിഞ്ഞുപോയ നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ചും വരാനിരിക്കുന്ന
നമുക്ക് ലഭ്യമാവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സാധ്യമാകുന്ന ശേഷിക്കുന്ന നമ്മുടെ ജീവിതം പരിപൂർണമായി പരമാവധി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രദ്ധയും താൽപ്പര്യവുമാണ് ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കേണ്ടത്. ജീവിതത്തെ സമീപിക്കുന്നതിൽ വിശ്വാസികൾക്ക് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ പ്രത്യേകതയുണ്ട്. അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണർന്നിരിക്കേണ്ട, പരമാവധി ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ് സമയവും ദിവസങ്ങളും എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിലെ പോരായ്മകളെ സംബന്ധിച്ചും അപാകതകളെ സംബന്ധിച്ചും ചിന്തയുണ്ടായിരിക്കണം, ജാഗ്രതയുണ്ടായിരിക്കണം. പൈശാചികത നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോകുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, മറ്റുള്ളവരെ സംബന്ധിച്ചല്ല. നമ്മൾ ഓരോരുത്തരും സ്വയം കരുതൽ നിർവഹിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ആയുസ് എപ്പോഴാണ് കൊടിഞ്ഞു പോവുക എന്ന് നമുക്കാർക്കും ഒരു തിട്ടവുമില്ല. അതെപ്പോഴും സംഭവിക്കാം. അങ്ങനെ എപ്പോൾ സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഊടും പാവും സത്യസന്ധമായി ശരിയായ വഴിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അവൻ്റെ ദീനിൻ്റെ വഴിയിൽ ആയിരിക്കുവാനുള്ള ശ്രദ്ധയാണ് ആവശ്യമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫ് എന്ന അധ്യായത്തിൽ 201 വചനമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നല്ലദീന തഖൗ, തീർച്ചയായും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഇദാ മസ്സതുഹും ത്വാഇഫത്തും മിനശ് ശൈത്വാൻ, അവരുടെ മനസ്സിലേക്ക് പിശാച് വല്ല ദുർബോധനവുമായി സമീപിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ദുർബോധനത്തിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്ന് അവൻ ഉടനെ ഓർക്കുന്നു. തദക്കറു, അവന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ വരുന്നു. ഈ ധാരണ ശരിയല്ല. ഈ ചിന്ത, ഈ തോന്നൽ പൈശാചികമാണ്. ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അതെത്ര എനിക്ക് ആസ്വാദ്യകരമായി അനുഭവപ്പെട്ടാലും ആ ആസ്വാദനത്തെ രോഗം വരുന്ന സമയത്ത് അത് ഭേദമാകുവാൻ കൈപ്പേറിയ മരുന്ന് കഴിക്കുന്നത് പോലെ, ഓപ്പറേഷന് വിധേയമാകുന്നത് പോലെ, മറ്റ് ശാരീരികമായ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുന്നത് പോലെ, ജീവിതത്തിലെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരുതൽ നടത്തുന്നത് പോലെ ആ സമയത്ത് അവന് ഓർമ്മ വരേണ്ടതാണ്. ഫഇദാഹും മുബ്സിറൂൻ, ആ സമയത്ത് അവർ നല്ല ഉൾക്കാഴ്ചയുള്ളവരായിരിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ ആ സമയത്ത് കടന്നു വരുമ്പോൾ നല്ല ഒരു ബോധത്തിലേക്ക്, മനസ്സിന്റെ ഒരു തെളിമയിലേക്ക് അവന് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു പറയും. എപ്പോഴാണോ മോശമായ വഴിയിലേക്ക് നമ്മുടെ കാല് വീണു പോവുക എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയായി, ഇനി എനിക്ക് രക്ഷയില്ല, എൻ്റെ ജീവിതം വഴിതെറ്റിപ്പോയി, ഞാൻ ആ വഴിയിലൂടെ അല്ലാതെ ഇനി സഞ്ചരിക്കുന്നില്ല
മാറി ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരല്ല വിശ്വാസികൾ, തഖ്വയുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത പാലിക്കുന്ന മുത്തഖീങ്ങളുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതമായി പറയുന്നത് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്. എന്തെങ്കിലും ഒരു ദുർവൃത്തി ജീവിതത്തിൽ അത് സംഭവിച്ചു പോയി. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ എന്താണ് അവർ ചെയ്യേണ്ടത്? ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയി, അള്ളാഹുവിന്റെ മാർഗത്തെ കൈയൊഴിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയെ അവഗണിച്ചുകൊണ്ട് മോശപ്പെട്ട ഒരു വഴിയിൽ പ്രവേശിക്കുക എന്നത് നമ്മുടെ സ്വന്തത്തോട് നാം ചെയ്യുന്ന അക്രമമാണ്. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ വല്ല അപാകതയും സംഭവിച്ചു പോയാൽ സത്യവിശ്വാസികളുടെ പ്രത്യേകത, ഈമാനുള്ളവരുടെ പ്രത്യേകത, തഖ്വയുള്ളവരുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിനോട് എന്റെ പാപം പുറത്തു തരണമേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തു പോയി റബ്ബേ, അതുകൊണ്ട് എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹ് ചോദിക്കുന്നു, അല്ലാഹുവല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരാനുള്ളത്? മുത്തഖീങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരിക്കലും ചെയ്തു പോയ അപാകതയിലും പാപങ്ങളിലും കുറ്റകൃത്യങ്ങളിലും അഭിരമിക്കുന്നവരല്ല, അവർ അതിൽ തന്നെ കടിഞ്ഞുകൂടുന്നവരല്ല. സംഭവിക്കാനിടയുള്ളതാണ്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ചെറുതോ വലുതായ പോരായ്മകളും പാപങ്ങളുമൊക്കെ മനുഷ്യൻ എന്ന നിലക്ക് സംഭവിച്ചു പോകാനിടയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഉടനെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി, അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ പാപം അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്നും പിന്നീട് ഒരിക്കലും നിങ്ങൾ അതിൽ തന്നെ മുഴുകി കടിഞ്ഞു കൂടരുത് എന്നും, അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരല്ല വിശ്വാസികളെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ മുമ്പോട്ട് വെക്കുന്നത് ഈ ഒരു വഴിയാണ്. നമ്മുടെ ജീവിതം, മനുഷ്യ ജീവിതം, അത് നന്മ തിന്മ അടിസ്ഥാനത്തിൽ സമ്മിശ്രമായ ഒരു ജീവിത രീതിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരമായി നമ്മളോട് നിർദ്ദേശിക്കുന്നതാണ് ഇസ്തിഗ്ഫാറും സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ഒക്കെ നമ്മുടെ പാപങ്ങൾ പരിഹരിച്ചു കിട്ടുവാൻ വേണ്ടിയുള്ളതാണ്. പാപങ്ങൾ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് പലപ്പോഴും മനുഷ്യന് കഴിയാത്ത ഒരു സ്ഥിതി തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സൂറത്തുകളിലും ആയത്തുകളിലും മനുഷ്യനിൽ സംഭവിച്ചു പോകുന്ന അപാകതകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അപാകതകൾ മനുഷ്യനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതല്ല എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ സൽക്കർമ്മങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുടെ സയ്യിആത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്തുകളാക്കി മാറ്റുന്നു. ബദൽ, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് ബദൽ അറബി പദമാണ്. പകരമായി വെക്കുകയാണ്. നമ്മൾ ചെയ്ത ഒരു ദോഷത്തിന്റെ ആ സ്ഥാനത്ത് നമ്മൾ ചെയ്ത ഒരു സൽക്കർമ്മത്തെ അവിടെ വെക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, പകരം വെക്കുകയാണ്. സയ്യിആതിഹിം എന്താ വെക്കുന്നത്? ഹസനാത്ത്, സൽക്കർമ്മത്തെ അവിടെ വെക്കുകയാണ്, പ്രതീക്ഷിക്കുവാൻ. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്, മനുഷ്യരോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നും മോചനം നൽകുന്നത് നമ്മുടെ ഈ ജീവിതത്തിൽ കാണിക്കുന്ന ഈ സൂക്ഷ്മതയാണ്, തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മനുഷ്യന് എല്ലാ വിധത്തിലും വിശാലത നൽകുന്നു.
ഉപജീവനം നൽകുന്നു, ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നു, ജീവിതത്തിൽ സന്തോഷം നൽകുന്നു. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തഖ്വയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന മഹാ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നത്. വമൻ യത്തഖില്ലാഹ, ആരാണോ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജാ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗങ്ങൾ അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നു, തുറവി നൽകുന്നു. ഒരു ഡോർ അടഞ്ഞു പോയാൽ മറ്റനവധി ഡോറുകൾ അവന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നു, മഖ്റജ് കൊടുക്കുന്നു, എക്സിറ്റ് കൊടുക്കുന്നു, മോചനം നൽകുന്നു. വയർസുഖുഹു, അവന് ഉപജീവനം നൽകുന്നു. മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ കണക്ക് കൂട്ടാത്ത, അവന്റെ കാൽക്കുലേഷനുകൾക്ക് അപ്പുറമുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉപജീവനം നൽകുന്നതും ഈ ഒരു സൂക്ഷ്മതാബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ, വിശ്വാസികൾക്ക് നൽകുന്നു. വമൻ യത്തഖില്ലാഹ, ആരാണോ അല്ലാഹുവിന്റെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ കാര്യങ്ങളിൽ അല്ലാഹു എളുപ്പം, എല്ലാ നിലക്കും പ്രയാസങ്ങളെ നീക്കി എളുപ്പം നൽകുന്നു. ഉപകാരമുള്ള അറിവിലേക്ക്, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ധാരണയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കൊണ്ടുവരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം എന്ന നിലക്ക്, മുഅ്മിൻ എന്ന നിലക്ക്, മുത്തഖി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ ചിന്തയിൽ, ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിലെല്ലാം വ്യത്യസ്തമായ ഒരു നിലപാട് വിശ്വാസികൾക്കുണ്ടാകും. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. എങ്കിലോ വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, നിങ്ങളെ പഠിപ്പിക്കും. ജീവിതത്തിന്റെ വഴികൾ അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും, ജീവിതത്തിന്റെ മാർഗങ്ങൾ അവൻ നിങ്ങൾക്ക് തുറന്നു തരും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ്. ആ അറിവ് അത് നിങ്ങൾക്ക് അവൻ പകർന്നു തന്നുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നൊക്കെ നന്മ വരുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികൾ തുറന്നു വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് നമ്മെ സംബന്ധിച്ച് മറ്റുള്ളവരിൽ ഒരു സ്വീകാര്യതയും, നമ്മെ സംബന്ധിച്ച് ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ വളരെ ലാളനയോടുകൂടി വളർത്തിയവരാണവർ. അതിന് പകരം അവരൊക്കെ വലുതായി നമ്മളൊക്കെ ഒരു വാർദ്ധക്യത്തിലേക്കും കൂടുതൽ പ്രായത്തിലേക്കും ഒക്കെ കടക്കുമ്പോൾ മക്കളുടെ ഒരു സ്നേഹവും ഒരു പരിഗണനയും, നമ്മുടെ സ്നേഹിതന്മാരുടെയൊക്കെ ഒരു സ്നേഹവും പരിഗണനയും, നമ്മുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മൾ ചെയ്തതിന്റെ, അവർക്കൊക്കെ ചെയ്തു കൊടുത്തതിന്റെ ഒക്കെ ഒരു പ്രതികരണമായിക്കൊണ്ട് അവരിൽ നിന്നൊക്കെ ഒരു നന്മയും, നമ്മെ സംബന്ധിച്ചുള്ള ഒരു നല്ല വർത്തമാനവും, നമ്മളോടൊക്കെ ഒരു നസീഹത്ത്, ഗുണകാംക്ഷയും, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹം ഏതൊരു വിശ്വാസിയുടെയും മനസ്സിലും ഉണ്ടാകും. അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളെ അത്തരത്തിലുള്ള ഒരു സ്വീകാര്യതയിലേക്ക് കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ബലാ മൻ ഔഫാ ബിഅഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, ആരാണോ അല്ലാഹുവിനോട് പാലിക്കേണ്ടതായ കരാറുകളെ, നാം അല്ലാഹുവുമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു കരാറുണ്ട്, അവന്റെ നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്നതാണ് ആ കരാർ. അത് ഷഹാദത്തിന്റെ ഭാഗമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇതാണ് ആ കരാർ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും ആ വഴിയിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നതാണ് ആ ഷഹാദത്ത്. ആ ഷഹാദത്താണ് ഖരാർ എന്ന് പറയുന്നത്. അങ്ങനെ അതിനെ ആരാണോ പാലിക്കുന്നത്, വത്തഖാ, ആ മാർഗത്തിൽ ആരാണോ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, അങ്ങനെ ചെയ്താൽ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തഖ്വയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു, അവനോട് മുഹബ്ബത്ത് വെക്കുന്നു. അല്ലാഹ്
സൃഷ്ടാവായ അള്ളാഹു അത്തരം ആളുകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു അടിമയെ, ദാസയെ ഇഷ്ടപ്പെട്ടാൽ, ഖാല ലി ജിബ്രീൽ, അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ഖദ് അഹബബ്തു ഫുലാനൻ ഫഅഹിബ്ബഹു, ഞാനിതാ ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫയുഹിബ്ബുഹു ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവനെ ഇഷ്ടപ്പെടുന്നു. സുമ്മ യുനാദി, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുന്നു, ഫീ അഹ്ലിസ് സമാഇ, ആകാശലോകത്ത്, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നതായ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഫഅഹിബ്ബൂഹു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവനെ ഇഷ്ടപ്പെടണം, അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, അങ്ങനെ ആകാശലോകത്തുള്ള ആളുകൾ ഇവനെ ഇതാ ഇഷ്ടപ്പെടുന്നു. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്, അതിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ അവന് ഒരു സ്വീകാര്യതയുണ്ടാക്കി കൊടുക്കുന്നു. അവനെ സംബന്ധിച്ചുള്ള ഒരു വഖാറത്ത്, ഒരു ഗാംഭീര്യം, ഒരു റെസ്പെക്റ്റഡ് പേഴ്സണാണ്, ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ നല്ലതാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് മോശപ്പെട്ട ഒന്നും ഉണ്ടാവുകയില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ ഉപദ്രവിക്കുന്ന ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യൻ എന്ന നിലക്ക് ഉള്ള ആദരവ്, സ്വീകാര്യത ഭൂമിയിൽ താൻ ജീവിക്കുന്ന പ്രദേശത്ത് അവന് ലഭ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരുടെ കൂടെയാണ്? മുത്തഖീങ്ങളുടെ കൂടെയാണ് അള്ളാഹു. അവർക്കാണ് അള്ളാഹു സഹായം നൽകുക. ആകാശ ലോകത്ത് നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് ഈ രൂപത്തിൽ മുത്തഖീങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകുന്നു. അള്ളാഹ് പറഞ്ഞു, ചില ഗ്രാമവാസികൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച്, പ്രവാചകന്മാരെ ധിക്കരിച്ച്, അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ശിക്ഷക്കും ഈ ഭൂമിയിൽ വിധേയമായിരുന്ന ആളുകളെ അവരുടെ ആ ചെയ്തിയുടെ പോരായ്മ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ ഗ്രാമവാസികളെങ്ങാനും ആമനു, അവർ വിശ്വസിക്കുകയും, വത്തഖൗ, അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫതഹനാ, തീർച്ചയായും അല്ലാഹു പറയാണ്, നാം അവരുടെ മുമ്പിൽ തുറന്നു കൊടുക്കുമായിരുന്നു, അലൈഹിം, അവരുടെ മുമ്പിൽ, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹുവിന്റെ ബർക്കത്തുകളെ നാം അവരുടെ മേൽ ചുരിഞ്ഞു കൊടുക്കുമായിരുന്നു. മറിച്ച് അത് ലഭ്യമാകാതെ പോയത് അവരുടെ സ്വന്തം മനോഭാവം കൊണ്ടും അവരുടെ ചെയ്തികൾ കൊണ്ടുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു നൽകുന്ന സന്തോഷ വാർത്ത, അവരുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന സന്തോഷ വാർത്ത, സ്വപ്നങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സ്വപ്നങ്ങളൊക്കെ അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ് വിശ്വാസികൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة. സൂറത്ത് യൂനുസിലെ 62 മുതൽ 64 വരെയുള്ള ആയത്ത് ഖുർആൻ പരിഭാഷ എടുത്ത് നിങ്ങളൊക്കെ വായിച്ചു നോക്കണം. തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അത് സാധാരണ നാട്ടിലൊക്കെ കേൾക്കുന്ന ഔലിയാക്കളല്ല. നമസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, കുളിക്കാത്ത, കുപ്പായമിടാത്ത അങ്ങനെയുള്ള ആളുകൾ മാനസിക രോഗികളായ അവരെ കുറ്റമല്ല. അവരെ ഔലിയാക്കന്മാരായി കൊണ്ടു നടക്കുന്നത് സമൂഹത്തിന്റെ കുറ്റമാണ്. അല്ലാഹു പറയുന്നത് ഔലിയാക്കന്മാർ ആരാണ്? ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടാനില്ല, വലാ ഹും യഹ്സനൂൻ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് അവർക്ക് ഖേദിക്കേണ്ടതുമില്ല. കാരണം പടച്ചവനാണ് നഷ്ടം വരുത്തിയത്, അതുകൊണ്ട് അവർക്കതിൽ ദുഃഖമില്ല. ആരാണവർ? അല്ലദീന ആമനു,
ആ ഔലിയാക്കന്മാരെന്ന് പറയുന്നത് വിശ്വാസികളാണ്, മുഅ്മിനുകളാണ്. വകാനൂ യത്തഖൂൻ, തഖ്വ പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരാണ്, മുത്തഖീങ്ങളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ലഹുമുൽ ബുശ്റാ, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. എവിടെ? ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ ഐഹിക ജീവിതത്തിലും വഫിൽ ആഖിറ, പരലോക ജീവിതത്തിലും അവർക്ക് സന്തോഷ വാർത്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ സന്തോഷ വാർത്തയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അർറുഖിയ അസ്സാലിഹത്തു മിനല്ലാഹ്, നല്ല സ്വപ്നങ്ങളൊക്കെ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജനസമ്മതിയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? അർറജുലു യഅമലു ലില്ലാഹ്, ഒരു വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി പടച്ചവന്റെ കൂലി കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു. യഅമലു ലില്ലാഹ്, ആ പ്രവർത്തനങ്ങളുടെ ഫലമായി വയുഹിബ്ബുഹുൻ നാസു, ജനങ്ങളെല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഈ അവസ്ഥയുടെ പ്രത്യേകത എന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അള്ളാഹുവിന്റെ വജീനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ച് ഒരു ബോണസായി കിട്ടുന്നത് അള്ളാഹുവിന്റെ ഈ മാർഗത്തിലുള്ള ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഫഖാല, ആ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, തിൽക ആജിലു ബുശ്റൽ മുഅ്മിനി, ഇത് സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യന് അള്ളാഹു ഈ ലോകത്ത് ഈ നൈമിഷിക നശ്വരമായ ഈ ലോക ജീവിതത്തിൽ അള്ളാഹു അവന് നൽകുന്ന ഒരു നല്ല പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരലോകത്തേക്കാണ് അവന്റെ കൂലിയുള്ളത്, അവിടെ വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹു അവന് നൽകുന്ന പ്രത്യേകമായ സവിശേഷതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ ഓരോ നിമിഷങ്ങളിലും നമ്മൾ സത്യവിശ്വാസികളാണ്, നമ്മൾ മുഅ്മിനുകളാണ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തർ തന്നെയാണ്. ആ വിശ്വാസവും ഈമാനും തഖ്വയും ഒക്കെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ളത് തന്നെയാണ്. ആ ക്രമപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത്, അള്ളാഹു നമുക്ക് തുറവി നൽകുന്നത്, നമ്മൾ ആ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ബർക്കത്ത് നൽകുന്നത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉപജീവനം നൽകുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പല കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുന്നത്, സമാധാനം നൽകുന്നത്, നിർഭയത്വം നൽകുന്നത്, അതിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫയാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. أعوذ بالله من الشيطان الرجيم. وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിക്കുവാനും പാലിക്കുവാനും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും യഅലമുഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അറിയുന്നു. അതുകൊണ്ട് വതസവ്വദു, നിങ്ങൾ
നിങ്ങളൊരു യാത്രയിലാണ്, പരലോകത്തേക്കുള്ളൊരു യാത്രയിലാണ്. അതിലെത്രമാത്രം കഴിഞ്ഞു എന്നത് നാം ഓർക്കണം. എന്നിട്ട് ആ യാത്രക്കുള്ള പാഥേയം, അതിനുള്ള യാത്രാ സാമഗ്രികൾ, ആ യാത്രക്ക് ആവശ്യമായ വസ്തുക്കൾ ശേഖരിക്കണം. ആ ശേഖരണത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന യാത്രാ സാമഗ്രികളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് അത്തഖ്വ. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള തഖ്വയാണ്. വത്തഖൂനി, അതുകൊണ്ട് അള്ളാഹ് പറയാണ് വത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിക്കണം. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ. അപ്പൊ ബുദ്ധിയും തഖ്വയും തമ്മിൽ അള്ളാഹു ചേർത്ത് പറയാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹിനെ തഖ്വ ചെയ്യലാണ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുക എന്ന് പറയും. അപ്പൊ ആ തഖ്വയുടെ മാർഗത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫർദ് നമസ്കാരങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നാം നിർവഹിക്കേണ്ട, നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ തന്നെയാണ് ഫർദ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെ പൂരിപ്പിക്കുന്ന, പോരായ്മകൾ പരിഹരിക്കുന്നതാണ് സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ. പ്രധാനമായി സുന്നത്ത് നമസ്കാരങ്ങൾ. ആ സുന്നത്ത് നമസ്കാരം അത് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റൊന്ന് ഫർളുകളിൽ സംഭവിച്ചു പോയിട്ടുള്ള പോരായ്മകളെ പരിഹരിക്കാനുള്ളതാണ്. മറ്റൊന്ന് അപാകതകൾ തിരുത്താനുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഉൾഭാഗങ്ങൾ സംരക്ഷിക്കുവാൻ നമ്മുടെ ചർമ്മം അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് പോലെ സൽക്കർമ്മങ്ങളെ, അള്ളാഹു നമ്മളോട് നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ആ ഒരു സംരക്ഷണം ഏറ്റെടുക്കുകയാണ് യഥാർത്ഥത്തിൽ സുന്നത്തായ കാര്യങ്ങളിലൂടെ ചെയ്യുന്നത്. അങ്ങനെ അതിൽപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, ജമാഅത്തായി നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അതേതാണ്? അതിൽപ്പെട്ടതാണ് തറാവീഹ് നമസ്കാരം, അതുപോലെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, അതുപോലെ ഗ്രഹണ നമസ്കാരം, പെരുന്നാൾ നമസ്കാരം. ഈ നമസ്കാരങ്ങളെല്ലാം ജമാഅത്തായിട്ടാണ് നിർവഹിക്കപ്പെടുന്നത്. എന്നാൽ ജമാഅത്തില്ലാത്ത നമസ്കാരം, അതിൽപ്പെട്ട സുന്നത്തിന്റെ ഒരു നമസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറയും. സ്വലാത്തുൽ ഇസ്തിഖാറ എന്താണത്? നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക, ഒരു സംരംഭത്തിന് വേണ്ടി നമ്മൾ മുതിരുകയാണ്, ഒരു തീരുമാനമെടുക്കുകയാണ്. നിർണായകമായ ഒരു വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിൽ പടച്ച റബ്ബിന്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ നമസ്കരിച്ചുകൊണ്ട്, 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ആ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനക്കാണ് ദുആഉൽ ഇസ്തിഖാറ. ഒരു ചോയ്സ്, ഏത് ചോയ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. ആ വെക്കുന്ന ആ നമസ്കാരത്തിനാണ് സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നമസ്കാരമുണ്ട്. അത് ഒറ്റക്കാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. മറ്റൊരു സുന്നത്ത് നമസ്കാരം നമ്മൾ സാധാരണ നിർവഹിക്കുന്ന ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് ആയിട്ടുള്ള നമസ്കാരങ്ങൾ, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ, അതെല്ലാം അതിൽപ്പെട്ടതാണ്. മറ്റൊന്ന് നമസ്കാരത്തിന്റെ ശേഷമോ മുമ്പോ അല്ലാത്ത മറ്റൊരു ഫർള് നമസ്കാരം തുടർന്നതല്ലാത്ത നമസ്കാരം ളുഹാ നമസ്കാരം. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം നാം നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരത്തിനാണല്ലോ ളുഹാ നമസ്കാരം എന്ന് പറയുന്നത്. മറ്റൊന്ന് സമയബന്ധിതമായിട്ടുള്ള സുന്നത്ത് നമസ്കാരം, പ്രത്യേക സമയത്ത് നിർവഹിക്കേണ്ടത്, അത് തഹജ്ജുദ് നമസ്കാരമാണ്. അത് രാത്രിയുടെ അന്തിയാമം കഴിഞ്ഞതിന് ശേഷം നേരം പുലരുന്നതിന് സുബഹിക്ക് മുമ്പ് ആ സമയത്ത് നിർവഹിക്കേണ്ടതാണ് തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രത്യേകിച്ച് ഒരു നമസ്കാരമില്ല, എന്നാൽ നമുക്ക് എപ്പോഴും നിർവഹിക്കാവുന്ന ഒരു നമസ്കാരം. നമുക്ക് തോന്നുകയാണ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം, അതിൽ ഇന്ന സമയത്ത് വെള്ളിയാഴ്ച 10 മണിക്ക് നിർവഹിച്ചാൽ പ്രത്യേക കൂലിയുണ്ട് എന്നൊന്നും സങ്കല്പിക്കാൻ പാടില്ല. മുത്തലക്കായി, നിരുപാധികമായി, സമയബന്ധിതമോ ദിവസബന്ധിതമോ അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വുളൂഎടുത്ത് ഏത് സമയത്തും നിർവഹിക്കാവുന്ന സുന്നത്ത് നമസ്കാരത്തിനാണ് നിരുപാധികമായ സുന്നത്ത് നമസ്കാരം എന്ന് പറയുന്നത്. മറ്റൊന്ന് മുഖയ്യതായിട്ട് ഏതെങ്കിലും കാരണങ്ങളെ കൊണ്ട് വന്നു ചേരുന്നതായ നമസ്കാരം. ആ നമസ്കാരം
പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ പള്ളിയിൽ പ്രവേശിച്ചതിൻ്റെ കാരണമായി ഞങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരത്തിനാണ് തഹിയ്യത്തുൽ മസ്ജിദ്. പള്ളിക്ക് വേണ്ടി പള്ളിയിൽ വന്നതിൻ്റെ പേരിൽ നിർവഹിക്കുന്ന നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട, അത് ബാങ്ക് കൊടുത്ത് ഇമാം ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ആ സമയത്ത് 2 റക്അത്ത് നമസ്കരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊന്ന്, നമുക്ക് വുളു എടുത്ത് നമ്മൾ കുളിച്ചു വുളു എടുത്തു, അപ്പോൾ നമുക്കൊരു വുളുവിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം. ആ വുളു എടുത്തതിൻ്റെ പേരിൽ സുന്നത്ത് നമസ്കരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള നമസ്കാരങ്ങളാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ദർജകൾ ഉയർത്താനുള്ളതാണ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ളതാണ്, നമുക്ക് ധാരാളമായി നന്മ ഇരട്ടിയായി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാനുള്ളതാണ്. അള്ളാഹ് പറയുന്നു, ഫലില്ലാഹിൽ ഹംദു, അള്ളാഹുവിനാണ് സർവസ്തുതിയും. റബ്ബുസ് സമാവാത്ത്, അവൻ ആകാശങ്ങളുടെ രക്ഷിതാവാണ്. റബ്ബുൽ അർള്, ഭൂമിയുടെ നാഥനാണ്. റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും പരിപാലകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് വലഹുൽ കിബ്രിയാവും, നമ്മുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടത് മഹത്വത്തിന്റെ ഉടമ അല്ലാഹു മാത്രമാണ്. എല്ലാവിധ മഹത്വങ്ങളുടെയും ഉടമസ്ഥവനാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ മഹത്വങ്ങളും അള്ളാഹുവിലേക്കാണ് ചേരുന്നത്. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ അങ്ങേറ്റം പ്രതാപശാലിയാണ്, അങ്ങേറ്റം യുക്തിമാനുമാണ്. അങ്ങനെയുള്ള അപാരനായ, അതിശക്തനായ, ഉദാരമതിയായ, പരമകാരുണികനായ, നമ്മുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു പോരുന്നവനായ അള്ളാഹുവിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിച്ച് അവന് വിനയപ്പെടുക എന്നത് ഒരു വിശ്വാസി എന്ന നിലക്ക്, അള്ളാഹുവിന്റെ ദാസൻ എന്ന നിലക്ക് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ്. അതെന്റെ ജീവിതത്തിലാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത് എന്ന ചിന്തയോടുകൂടി അത് നിർവഹിക്കുവാൻ, താഴ്മ കാണിക്കുവാൻ, വിനയം കാണിക്കുവാൻ വിശ്വാസി സന്നദ്ധനാകുമ്പോൾ അതിലൂടെ അള്ളാഹു അപാരമായ അനുഗ്രഹങ്ങൾ അവന്റെ മുമ്പിൽ ചൊരിഞ്ഞു കൊടുക്കുമെന്നാണ് ഈ സുന്നത്തിനെ സംബന്ധിച്ചുള്ള വചനങ്ങളിലും ഹദീസിലും ആയത്തുകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരമാവധി സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ വിധേനയുള്ള സംരക്ഷണം നമ്മുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ജീവിത മാർഗങ്ങളുടെയും കാര്യത്തിൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും, മാതാപിതാക്കൾക്കും, ബന്ധുമിത്രാദികൾക്കും അള്ളാഹു മൗഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു പരിപൂർണമായ ശിഫ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത് വമുൻസിലുൽ ബറകാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم.